الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച സന്ദർഭമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഹജ്ജിലെ പ്രധാനപ്പെട്ട കർമ്മം അറഫയാണ് എന്ന് നമുക്കറിയാം. അറഫയിൽ നിന്നാൽ ഹജ്ജ് ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനമാണത്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിലെ ഇബാദത്തുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് ജനങ്ങളോട് പ്രൗഢമായ ഒരു ഖുതുബ നിർവഹിച്ചു, പ്രഭാഷണം നിർവഹിച്ചു. ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം എന്നൊക്കെയാണ് ആ ഖുതുബയെ അറിയപ്പെടാറുള്ളത്. ആ ഖുതുബയുടെ ഒരു രത്ന ചുരുക്കം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്താണ് എന്ന് നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടുമായി പറഞ്ഞത് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേക്കിന്നു ഞാൻ നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ കാതൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതം പൂർത്തിയാക്കി. ആ മതത്തിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല, ആ മതത്തിൽ നിന്ന് ഇനി ഒന്നും എടുത്തു കളയാനുമില്ല, സമ്പൂർണമാണ്. പ്രവാചക തിരുമേനി തൻ്റെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ ആ മതം ഒരു മനുഷ്യൻ എങ്ങനെ അനുഷ്ഠിക്കണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാൻ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം.
അള്ളാഹുവിൻ്റെ അടുക്കൽ മതമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഇസ്ലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ നമുക്ക് പൂർത്തീകരിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് തറക്തുക്കും അലൽ ബൈദാഇ ലൈലുഹാ കനഹാരിഹാ ലാ യസീഉ അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മതത്തെക്കുറിച്ച് പറയുന്നത് ആ മതത്തിലെ രാത്രി പോലും പകൽ പോലെ വെളിച്ചമുള്ള തിളങ്ങുന്ന ഒരു പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നത്. മതം വ്യക്തമാണ് എന്നർത്ഥം. രാത്രി പോലും പകൽ പോലെ വെളിച്ചമുള്ള ഒരു പാത, തിളങ്ങുന്ന പാത, അഥവാ ഏതു സമയത്തും ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള മതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച മതം. ആ മതത്തിൽ യാതൊരു അവ്യക്തതയുമില്ല എന്നർത്ഥം. ആ മതത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന വയുബാഇദു മിനൻ നാർ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തിന് എന്തൊക്കെ ഒരാൾ ചെയ്യണോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നരകത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ, നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഒരാൾ ഒഴിവാക്കണോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തിൻ്റെ അനുയായികളായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം നൽകി. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നൊരു വാചകം, അതാണ് ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ച ആയത്ത്. അള്ളാഹു നമ്മളെ വിളിച്ച് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു. പല ഖുതുബകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധന എവിടെ കേട്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന്. അത് നമ്മളോടുള്ള നിർബന്ധമായ കൽപ്പനയാണ്. വിശ്വാസം സ്വീകരിച്ചവരെ എന്ന് വിളിച്ച് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. നിങ്ങൾ പൂർണ്ണമായി മുസ്ലിമാവുക, നിങ്ങൾ പൂർണ്ണമായി മുസ്ലിമാകണം, നിങ്ങൾ പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിച്ചൊരു മതം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം, ഒരു അവ്യക്തതകളുമില്ലാത്ത മതം. ആ മതത്തിന്റെ ആളുകളാണ് നമ്മൾ. ആ മതത്തിന്റെ ആളുകളായ നമ്മളോട് നമ്മുടെ റബ്ബ് പറയുന്നു, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ ആ മതത്തിൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ആ മതത്തെ നിങ്ങൾ പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊള്ളണം. അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ട് ടൈം മതമല്ല എന്ന് ചുരുക്കം. ഇസ്ലാം ഒരു സമ്പൂർണ്ണ മതമാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം സ്വീകരിക്കേണ്ട ഒന്നല്ല നമ്മുടെ മതം. നമ്മുടെ മതത്തിന്റെ പ്രത്യേകത അത് എല്ലാ സ്ഥലത്തുമുണ്ട്. എല്ലാ സ്ഥലത്തും ദീനുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ദീനിനെ മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമല്ല. എവിടെയാകട്ടെ, ഏതൊരു പുതിയ പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തിന് ഇസ്ലാമികമായൊരു നിലപാടുണ്ട്. ഇപ്പോൾ വർത്തമാന കാലഘട്ടം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരന്തരം വലിയ ഫ്ലക്സ് ബോർഡുകൾ തൂക്കുന്ന തിരക്കിലാണ് നമ്മുടെ യുവാക്കളായ പല ആളുകളും. ഞാനതിനെ ശക്തമായി കൊണ്ട് അത്തരത്തിൽ ആക്ഷേപം പറയുന്നതല്ല. നോക്കൂ, നിങ്ങൾ എത്ര സംഖ്യകളാണ് നമ്മുടെ കുട്ടികൾ പൊടിച്ചു കളയുന്നത്. ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു മത്സരത്തിൻ്റെ, ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഭാഗമായി ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള കളിക്കാരുടെ ബാനറുകൾ റോഡിന്റെ ഇരുവശങ്ങളിലും മീറ്ററുകളോളം 10,000-കണക്കിന് രൂപ മുടക്കിയാണ് നമ്മുടെ യുവാക്കൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു ജ്വരമായി, അതൊരു വലിയ താല്പര്യമായി അവർ കാണുകയാണ്. ഞാൻ പറയുന്ന അവിടെ ഇസ്ലാമുണ്ട്. അവിടെ ഇസ്ലാമിന് കണിശമായ നിയമങ്ങളുണ്ട്. എന്താണ് ഇസ്ലാമിന്റെ നിയമം? എന്താണ് അവിടെ? ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇസ്ലാം പറയുന്നത്? അന്യായമായി, അതേപോലെ തന്നെ അനാവശ്യമായി ഒരു സമ്പത്ത് പോലും വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു വിചാരണ ചെയ്യുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ അത് വെക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടത് എന്താ? ഈ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കും. ഈ സമ്പത്ത് വെച്ചത് കൊണ്ട് പരലോകത്ത് എന്ത് നേട്ടം? ഈ സമ്പത്ത് കൊണ്ട് എന്ത് ഉപയോഗം? ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടെ ദീനുണ്ട് എന്നർത്ഥം.
ഞാൻ പറയുന്നത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി രാവിലെ കണ്ണു തുറക്കുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന മുതൽ അവൻ ഉപജീവനത്തിനായി ഇറങ്ങുന്ന സമയമാകട്ടെ, ഭക്ഷണം കഴിക്കുന്നതാകട്ടെ, കുടുംബത്തിൻ്റെ കൂടെ ഇടപഴകുന്ന നേരമാകട്ടെ, അങ്ങാടിയിലൂടെ നടക്കുന്ന സന്ദർഭമാകട്ടെ, ഒടുവിൽ അവൻ രാത്രി ഉറങ്ങാൻ വേണ്ടി അവൻ്റെ കട്ടിലിൽ കിടക്കുന്ന നേരമാകട്ടെ, ഞാൻ എണ്ണിപ്പറഞ്ഞതും പറയാത്തതുമായ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ദീനുണ്ട്. എല്ലാ മേഖലകളിലും വിശ്വാസികളായ ആളുകൾ ദീന് പാലിക്കേണ്ടതുണ്ട്. ഇത് ഉൾക്കൊള്ളേണ്ട ആളുകളാണ് നമ്മൾ, ഇത് മനസ്സിലാക്കേണ്ട ആളുകളാണ് നമ്മൾ. ദീനെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം അല്ല, അത് സമ്പൂർണ്ണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നമുക്കറിയാം, മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കൂടിച്ചേരുന്നതാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം എന്തിനാണ്? പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ എന്തു വേണം? ഇസ്ലാം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായും ഇത്തരമൊരു ചിന്തകളുടെ, ഇത്തരമൊരു ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇന്നു മുതലുള്ള ഖുതുബകളിൽ നമ്മളൊരു പുതിയ വിഷയം ചർച്ചക്കെടുക്കുകയാണ്. ആ വിഷയത്തിന് നമ്മൾ നൽകുന്ന പേര് ദിനചര്യകളിലെ ദീൻ എന്നുള്ളതാണ്. നമ്മുടെ ദിനചര്യകളിലെ ദീൻ. ഓരോ മനുഷ്യന്റെയും ദിനചര്യകളിൽ എത്രമാത്രം ദീനിനെ അവൻ കൊണ്ടുവരണം, എവിടെയെങ്കിലും അവൻ ദീനിനെ അവഹേളിക്കുന്നുണ്ടോ, ദീനിനെ പരിഗണിക്കാതെ പോകുന്നുണ്ടോ, ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ, ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ഖുതുബകളാണ് വരാൻ പോകുന്ന ഏതാനും ആഴ്ചകളിലൂടെ ഈ മിമ്പറിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരികളുടെ, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രഭാതം മുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതം മുതൽ ആ പ്രഭാതത്തിലേക്ക് വീണ്ടും നമ്മൾ എത്തിച്ചേരുന്നത് വരെയുള്ള ഒരു ദിവസത്തെക്കുറിച്ച്, അതിലെ സമ്പൂർണമായ ദീനിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, നമ്മുടെ ഒരു ദിവസം ദീനുമായി ബന്ധപ്പെട്ട് എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കിയാൽ, ഏതൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നത് നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ഒരു ദിവസം ധന്യമാകും, നമ്മുടെ ഒരു ദിവസം ദീനനുസരിച്ചാകും. അതുകൊണ്ട് തന്നെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു പോകാനാണ് ഈ ഖുത്ബകളിലൂടെ ശ്രമിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാത സമയം എന്ന് പറയുന്നത് അത് അനുഗ്രഹീതമാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തു തക്വീറിലെ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വസ്സുബഹി ഇദാ തനഫസ്, വസ്സുബഹി ഇദാ തനഫസ്, ശ്വാസമെടുത്തു തുടങ്ങുന്ന പ്രഭാതം തന്നെയാണ് സത്യം. പ്രഭാത സമയത്തെ പിടിച്ച് അള്ളാഹു പലതവണ ഖുർആനിൽ സത്യം ചെയ്ത് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ്? ഓരോ പുലരിയും ഓരോ പ്രഭാതവും കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താ അറിയോ? ഇതൊരു അത്ഭുതമാണ്. പ്രഭാതം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ആ പ്രഭാതം എന്ന് പറയുന്ന അത്ഭുതത്തെ കാണാൻ അള്ളാഹു നമുക്ക് ഓരോ ദിവസവും അവസരം നൽകുകയാണ്, ഓരോ ദിവസം ചാൻസ് നൽകുകയാണ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കടന്നു വരുന്ന ചിന്തയാണോ ഇത്? എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ ഒരു പ്രഭാതത്തെ കൂടെ കാണാൻ എനിക്ക് അവസരം നൽകി. ഈ ഒരു ചിന്തയോടുകൂടെയാണ് ഒരു പ്രഭാത സമയത്തെ വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ മരിച്ചു കിടക്കുകയായിരുന്നു, നമ്മൾ മരണത്തിലായിരുന്നു, ഉറക്കമാകുന്ന മരണത്തിലായിരുന്നു നമ്മൾ. ആ ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് വിശ്വാസി എഴുന്നേൽക്കുകയാണ് പ്രഭാതത്തിൽ. ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ അവനോട് അവന്റെ റബ്ബ് പഠിപ്പിച്ചു, അവന്റെ ദീന് പഠിപ്പിച്ചു. അവിടെ മുതൽ തുടങ്ങാണ്. അവന്റെ ദീൻ അവനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സത്യസന്ധമായി ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ദീൻ ഉണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ അധ്യാപനം അറിയാത്ത ആരുമില്ല. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ കൊച്ചുനാൾ മുതൽ പഠിച്ചു വന്ന കാര്യമാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. പക്ഷേ എത്ര ആളുകൾ ഇത് പ്രാവർത്തികാക്കാറുണ്ട്? എത്ര ആളുകളുടെ ജീവിതത്തിൽ അത് വരാറുണ്ട്? അത് വരണമെങ്കിൽ അവൻ അറിയണം, ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു, ഞാൻ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു, ആ മരണത്തിൽ നിന്നാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഈ ഖുത്ബ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില കണക്കുകൾ ഞാൻ എടുത്ത് പരിശോധിച്ചു നോക്കി. അതിലെ കണക്കുകൾ സൂചിപ്പിക്കുന്ന എന്തെന്നറിയോ? ഒരൊറ്റ ദിവസം, ഓരോ ദിവസവും ലോകത്താകെ ഏകദേശം 25,000 മുതൽ 45,000 ആളുകൾ വരെ ഉറക്കത്തിൽ മരിക്കുന്നുണ്ട്. 25,000 മുതൽ 45,000 ആളുകൾ വരെ ഉറക്കത്തിൽ മരിക്കുകയാണ്. അവർ ഉറങ്ങാൻ കിടക്കുക, അവർക്ക് അസുഖമല്ല, ഒരു പ്രയാസമല്ല അവർക്ക്. പക്ഷെ രാവിലെ അവരെന്ത് ചെയ്യുന്നില്ല? ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അത് ഒരു ദിവസത്തെ കണക്കാണ് എങ്കിൽ
പെർ മന്തിന്റെ കണക്ക് ഏകദേശം ഒരു മാസം 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ഒരു മാസം ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നുണ്ട്. ഒരു മാസം ഒരു ആവറേജ് കണക്കാണ്. ലോകാരോഗ്യ സംഘടന പുറത്തുവിടുന്ന കണക്കിൽ നിന്നാണ് ഞാനിത് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ 90 ലക്ഷം മുതൽ 1,06,00,000 വരെ ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പറ, അൽഹംദുലില്ലാ എന്ന് പറയണോ വേണ്ടെന്ന്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണോ? നോക്കൂ, നിങ്ങൾ ഒരു ദിവസം ഉറക്കത്തിൽ മരിക്കുന്ന 45,000 വരെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തിയില്ല. ഒരു മാസത്തിൽ മരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയില്ല. ഒരു വർഷത്തിൽ മരിക്കുന്ന 1 കോടിയിലധികം വരുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയില്ല. നമുക്ക് ജീവിക്കാൻ അള്ളാഹു അവസരം നൽകി. മനസ്സറിഞ്ഞ് പറയണ്ടേ അൽഹംദുലില്ലാന്ന്? മനസ്സിൽ തൊട്ട് പറയണ്ടേ അൽഹംദുലില്ലാ? അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരണത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന സർവ്വലോക രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാതെ ഒരു വിശ്വാസിയുടെ പ്രഭാതം ആരംഭിക്കാൻ പാടില്ല. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അതവന്റെ ദീനിൽ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാകണം. അതാണ് ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. മറന്നുപോകാൻ പാടില്ല. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു അധ്യാപനമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, പല ആളുകളും സുബഹിക്ക് എഴുന്നേൽക്കാതെ നേരം പുലരുന്നത് വരെ ഉറങ്ങുന്ന ആളുകളാണ്. നേരം പുലരുന്നത് വരെ ഉറങ്ങുന്ന മനുഷ്യന്മാരാണ്. സുബഹിക്ക് അവർ എഴുന്നേൽക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദിനിഹി. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ നബിയുടെ അധ്യാപനം? എന്താ? ദാക റജുലുൻ, അങ്ങനെ ഉറങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ കുറിച്ച് നബി പറയുകയാണ്, ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദിനിഹി. അത് പിശാച് അവന്റെ ഇരു ചെവികളിലും മൂത്രമൊഴിച്ച മനുഷ്യനാണെന്നാ. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാതെ ഉറങ്ങുന്ന ആരെങ്കിലും, അറിഞ്ഞുകൊണ്ടുറങ്ങുന്ന, അല്ലെങ്കിൽ ഉണരാൻ ശ്രമിക്കാത്ത, അതിനുവേണ്ടി അധ്വാനിക്കാത്ത, അതിനുവേണ്ടി പരിശ്രമിക്കാത്ത, അതൊരു ജീവിതത്തിന്റെ ദീനിന്റെ ഭാഗമായി കാണാത്തവരുണ്ട് എങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഹദീസ് കയറണം, അവരുടെ മനസ്സിൽ ഈ ഹദീസ് പതിക്കണം. കാരണം നബിയുടെ അധ്യാപനം എന്താ? പിശാച് മൂത്രമൊഴിച്ച, ചെവിയിൽ മൂത്രമൊഴിച്ച, ഇരു ചെവികളിലും മൂത്രമൊഴിച്ച മനുഷ്യനാണ് അവനെന്നാണ് പ്രവാചകന്റെ അധ്യാപനം. സ്വന്തത്തോട് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞാൽ ഇതില് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട. എന്റെ ദിനചര്യയിലെ ദീൻ എത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ സ്വയം പരിശോധിക്കണം. ഈ ഹദീത്ത് പറയുന്ന, ഈ ഹദീത്ത് മിമ്പറിൽ വെച്ച് പറയുന്ന എന്റെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ പരിശോധന നടത്തണം. ആ പരിശോധന നടത്തുമ്പോഴാണ് നമ്മുടെ ദിനചര്യകളിൽ ദീൻ ഉണ്ടാവുക. നമ്മുടെ ദിനചര്യകളിലേക്ക് ദീനിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഉണരണം. നേരത്തെ ഉണരുന്നില്ല എങ്കിലോ, സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പിശാച് നമ്മുടെ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ പ്രാർത്ഥനകളിലും ദിക്റുകളിലുമായിട്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടും. എന്നിട്ട് ആളുകളോട് ചോദിക്കും, സൂര്യൻ ഉദിച്ചോ? നേരം പുലർന്നോ? അപ്പൊ ആളുകൾ അതേ എന്ന് പറയുകയാണ് എങ്കിൽ അദ്ദേഹം ഉടനെ പറയും, അൽഹംദുലില്ലാഹില്ലദീ അഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലികനാ ബിദുനൂബിനാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വാചകാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വാചകാണ്. എന്താ അദ്ദേഹം പറയുന്നത്? നമ്മുടെ പാപങ്ങൾ കാരണം നമ്മളെ നശിപ്പിക്കാതെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ജീവിക്കാൻ അനുവാദം നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അദ്ദേഹത്തിന്റെ വാചകാണത്. അങ്ങനെയാണ് അവര് പ്രഭാത സമയത്ത് അവർ കണ്ടത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, പ്രഭാത സമയം എന്ന് പറഞ്ഞത് ബർക്കത്താക്കപ്പെട്ട സമയ, അനുഗ്രഹീതമായ സമയമാണ്. പല വിശ്വാസികൾ അത് മനസ്സിലാക്കിയിട്ടില്ല. നബിയുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയത്തിൽ നീ ബർക്കത്ത് ചൊരിയണമെന്നാ. നബിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ഇത് നബി ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. മുസ്ലിം സമൂഹത്തിന്റെ പ്രഭാത സമയത്തിൽ ബർക്കത്തുണ്ടാകണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് എന്തു വേണം?
നമ്മുടെ ദിനചര്യകളിലെ ദീൻ ശരിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ വീണ്ടും ഉറങ്ങുന്ന ശീലമുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അത് ഒഴിവാക്കണം. കാരണം എന്താ? അത് അനുഗ്രഹീതമായ സമയമാണ്. അത് പ്രത്യേകം ബറക്കത്താക്കപ്പെട്ട സമയമാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഉന്മേഷവും ശ്രദ്ധയും നൽകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാവിലെ പുലർച്ചെ 6 മണിയോടെയാണെന്നാണ്. മനുഷ്യന് ഉന്മേഷം നൽകുന്ന, മനുഷ്യന് യഥാർത്ഥത്തിൽ പഠനത്തിനാകട്ടെ അവന്റെ ശരീരത്തിന് പ്രത്യേകമായ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയം ഏതാ? അത് ഈ രാവിലെ സമയമാണ്. അള്ളാന്റെ റസൂൽ ഇത് ഗവേഷണം നടത്തി പിന്നെ ആ ലാബുകളിൽ പോയി പരിശോധന നടത്തിയിട്ടല്ല ഈ പ്രഭാത സമയം അനുഗ്രഹീതാണെന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് പ്രഭാത സമയം അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ ദിനചര്യകളിലെ ദീൻ ശരിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്മാർ അവർ ചെയ്യേണ്ടത് എന്താ? അവർ രാവിലെ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം. സുബഹിന്റെ ഈ അനുഗ്രഹീതമായ സമയം ഉറങ്ങി തീർക്കാനുള്ളതല്ല, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ആ സമയത്ത് വായിക്കാനും പഠിക്കാനും ഖുർആനുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്ന് പറയുന്ന പ്രമുഖനായ സ്വഹാബിയുടെ ചരിത്രം ഈ ഭാഗം പറയുമ്പോൾ വിസ്മരിക്കാൻ പറ്റൂല. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ നബിയുടെ ഈ പ്രാർത്ഥന കേട്ടു. ഈ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ എന്ന് പറയുന്ന പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥന കേട്ട ആ സ്വഹാബി, അദ്ദേഹം ഒരു താജിറാണ്, കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കച്ചവട സമയം മാറ്റി രാവിലെ സമയത്തേക്ക് കച്ചവടം ആരംഭിച്ചു. അതിനുള്ള യാത്രയും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ രാവിലെ നടത്തും. അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന് പറയുന്ന സ്വഹാബി മരിക്കുന്ന സമയത്ത് മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് വന്നത്. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നബിയുടെ ഈ പ്രാർത്ഥനയുടെ ഫലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അദ്ദേഹത്തിന് അറിയാം നബിയെ പ്രാർത്ഥിച്ചത് ആ അനുഗ്രഹീതമായ സമയത്തിലേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ അദ്ദേഹം കൊണ്ടുവന്നു. അതിന്റെ ഫലം അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് ആത്മാർത്ഥമായി നബിയുടെ ഈ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് എന്ത് ചെയ്യുക? നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? അതിൻ്റെ ഫലം ഉണ്ടാകും. 5ാമത്തെ കാര്യം, സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ദിനചര്യകളിലെ ദീൻ പ്രാവർത്തികമാക്കുമ്പോൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത, ഒരു അലംഭാവവും കാണിക്കാൻ പാടില്ലാത്ത കാര്യം സുബഹിയുടെ ജമാഅത്ത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിലൂടെ പഠിപ്പിച്ചു, വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. തീർച്ചയായും പ്രഭാതത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. പ്രഭാതത്തിലെ ഖുർആൻ പാരായണം അത് അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇസ്രായിലെ 78ാമത്തെ ആയത്തിൽ പറഞ്ഞു. നബി പറഞ്ഞു, മൻ സ്വല്ല അസ്സുബഹ് ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആരെങ്കിലും സുബഹി നമസ്കാരം നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അവൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ്. ഇന്നത്തെ ദിവസം സുബഹി നമസ്കാരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ നമുക്ക് എന്തായിരുന്നു തടസ്സം? ഞാൻ ഈ പറഞ്ഞ ഒന്നുകിൽ നമ്മുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്, അല്ലേ? രോഗമാണ് കാരണമെങ്കിൽ അത് ഉദിറാണ്, ഇളവുള്ള കാര്യമാണ്. യാത്രക്കാരനാണോ? ഇളവുള്ള കാര്യമാണ്. അല്ലാതെ നമ്മുടെ വീട്ടിൽ മൂടിപ്പുതച്ചുറങ്ങിയവരാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ, ഈ ദിമ്മത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ദിനചര്യകളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ട കാര്യമാണെന്ത്? സുബഹി നമസ്കാരം. അത് ജമാഅത്തായി പുരുഷന്മാര് ജമാഅത്തായിട്ട് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. ആ സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് നബി പറഞ്ഞു, റകഅത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അത് ദുനിയാവും അതിലുള്ളതിനേക്കാളും ശ്രേഷ്ഠകരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, 2-3 പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഒരു വിശ്വാസിയുടെ ഒരു ദിവസം ആരംഭിക്കുന്ന പ്രഭാത സമയം മുതൽ അതിൽ നാം ശ്രദ്ധിക്കേണ്ട നേരത്തെ ഉണരാൻ, അതോടൊപ്പം തന്നെ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ, സുബഹിയുടെ മുമ്പുള്ള സുബഹിയുടെ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ തുടക്കം നന്നാകും. നമ്മളൊരു കുതിരയെ, ഒരു മൃഗത്തെ നമ്മൾ തൊലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മൃഗത്തിന്റെ കഴുത്തിൽ നമ്മൾ കയറിടും, എന്നിട്ട് അതിനെ നമ്മൾ വലിച്ചു കൊണ്ടുപോകും. നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ആ മൃഗം സഞ്ചരിക്കുക. അതുപോലെയാണ് ആ മൃഗം യാത്ര ചെയ്യുക, അല്ലെ? നമ്മുടെ കയ്യിൽ കയറുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഒരു പ്രഭാതത്തിന്റെ തുടക്കം
അത് നമ്മൾ കൊണ്ടുപോകുന്ന വഴിയിലൂടെ, നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ ആകണമെങ്കിൽ അള്ളാന്റെ ദീന് കൽപ്പിച്ചതുപോലെ പ്രഭാത സമയത്തെ ദീനുള്ളതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർഹമു മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ ഹദീസ് എല്ലാവർക്കും അറിയാം. ഈ ഹദീസ് ഈ രണ്ടാമത്തെ ഖുതുബയിൽ ആമുഖമായി പറയാൻ കാരണം, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കരുണയില്ലാത്ത ഒട്ടനവധി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്, ഈ പള്ളിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ആലോചിക്കാത്ത, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പോലും ചിന്തകൾ വരാത്ത പ്രവർത്തികളാണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത്. ഒരു യാത്രക്കിടയിലാണ് ചാനലുകളിൽ നിന്ന് ആ വാർത്ത ഞാൻ കേൾക്കുന്നത്. ഒരു ചെറിയ കുട്ടിയെ, ഒരു പിഞ്ചു പൈതലിനെ അതിൻ്റെ രണ്ടാനച്ഛൻ ക്രൂരമായി പീഡിപ്പിച്ച, ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉപദ്രവം നടത്തിയ വാർത്ത നമ്മളൊക്കെ കേട്ടു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ആ വിഷയത്തിൽ ഒരു സമ്പൂർണ്ണമായ ഖുതുബ തയ്യാറാക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ഞാൻ ആ വാർത്ത വന്ന സമയത്ത് എൻ്റെ വാഹനത്തിൽ എൻ്റെ മകനും എൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. ഞാൻ ആ വാർത്ത വേഗം ബ്ലോക്ക് ചെയ്തു, ഓഫാക്കി. ഒന്നാമത്തെ കാരണം, അത് കേൾക്കാനുള്ള ശക്തി പോലും നമുക്കില്ല. എങ്ങനെയാണ് ഒരു കുട്ടിയെ സ്വന്തം എന്താ പറയുക, ഭാര്യയുടെ ഗർഭാശയത്തിലുള്ള വേറൊരാൾക്ക് ഉണ്ടായതാണെങ്കിലും ശരി, അങ്ങനെ ഒരു കുട്ടിയെ ഇത്രമാത്രം ഉപദ്രവിക്കാൻ ഒരു മനുഷ്യനെങ്ങനെ കഴിയുക? കരുണയില്ലാത്ത ആളുകളായിട്ട് പലരും മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊക്കെ ഉള്ളൊരു പാഠമാണ്. മനുഷ്യൻ്റെ മനസ്സ് പാപങ്ങൾ കാരണം, തെറ്റുകൾ കാരണം കല്ലുകളായിത്തീരും. അവരുടെ ഹൃദയങ്ങൾ ഇരുള് നിറഞ്ഞതാവും, ഇരുണ്ടതായി മാറും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന, മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന, ആളുകളെ സഹായിക്കുന്ന ഒരു നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി, ക്രൂരന്മാരാകാതിരിക്കാൻ വേണ്ടി നിരന്തരം വിശ്വാസികൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഊൻ നമുക്കറിയാം, ചെറിയ അധ്യായമാണ്. അതിൽ വയംനഊനൽ മാഊൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, പരോപകാരം അതിനെ തടയുക എന്നുള്ളതാണ്. മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നതിനെ തടയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണ്. എപ്പോഴും ആളുകളെ സഹായിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ കാരണം ഒരാൾ എന്ത് ചെയ്യരുത്, പ്രയാസപ്പെടരുത്. നമ്മുടെ ഒരു നൈമിഷികമായ സന്തോഷത്തിന് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടി നമ്മുടെ ചുറ്റുപാടിലുള്ള, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള ആളുകളെ തന്നെ വേദനിപ്പിക്കുക എന്നുള്ളത് അതൊരു ക്രൂരതയാണ്, അതൊരു കുറ്റമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിചാരണയാണ്. റബ്ബ് നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കൾ. റബ്ബ് നമ്മളെ അമാനത്തായി ചുമതലപ്പെടുത്തിയതാണ് നമ്മുടെ കുടുംബത്തെ. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ, അവരെ പ്രയാസപ്പെടുത്തേണ്ടവരല്ല. അള്ളാന്റെ റസൂൽ അടിക്കാൻ കൽപ്പിച്ചത് തന്നെ എവിടെയാ? മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാന്റെ റസൂല് അടിക്കാൻ പറഞ്ഞ ഏക മേഖല അത് നമസ്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നമസ്കാരത്തെ കൽപ്പിക്കണം. മുറു അബിനാക്കും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം. 7 വയസ്സാകുമ്പോൾ അവരെ നമസ്കാരം ശീലിപ്പിക്കണം. പോകും, നിങ്ങളവരെ അടിക്കണം. എപ്പോഴാ? 10ാമത്തെ വയസ്സായിട്ട് അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കാൻ പറഞ്ഞു. എത്ര രക്ഷിതാക്കൾ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളെ അടിച്ച ആൾക്കാർ കുറവാണ്. അവർക്ക് മാർക്ക് കുറഞ്ഞാൽ, അവരനുസരണക്കേട് കാണിച്ചാൽ, ഞാൻ പറയുന്നത് അനുസരണക്കേട് കാണിച്ചാൽ അവരെ ശിക്ഷിക്കേണ്ടതില്ല എന്നല്ല, അവരടിക്കേണ്ടത്, അതൊന്നല്ല എൻ്റെ വാദം. അതൊക്കെ അനിവാര്യമാണ്. പക്ഷെ അതിനും ഒരു മര്യാദയുണ്ട്. ആ മേഖലയിലും ഇസ്ലാം മര്യാദ പഠിപ്പിച്ച മതമാണ്. സലഫുകളുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ മുൻഗാമികളായ പല ആളുകളുടെയും കൈകളിൽ വടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ വടികൾ അവരുപയോഗിച്ചിട്ടില്ല.
ആ വടികൾ മക്കൾക്കൊരു ഭയമാകണം. ആ വടികൾ അവരെ തല്ലുമെന്ന പേടി അവർക്ക് ഉണ്ടാകണം. പക്ഷെ ആ വടികൾ കൊണ്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യരുത്? വേദനിക്കരുത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം, എൻ്റെ കുട്ടി അകാരണമായി വേദനിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുട്ടികൾ നമ്മൾ അകന്നു പോകാൻ, നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമുക്ക് പാഠങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മക്കളോടും സമൂഹത്തോടും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോടും അവരോടൊക്കെ സ്നേഹത്തോടു കൂടെ പെരുമാറാൻ, മുതിർന്നവരെ ആദരിക്കുന്ന ആളുകളായി മാറാൻ വിശ്വാസികളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ പ്രധാനമായും പറഞ്ഞത് മക്കളുടെ മതപഠനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളെ ദീന് പഠിപ്പിക്കണം, ഇല്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് അതുകൊണ്ടുണ്ടാവുക എന്നത് ഞാൻ സൂചിപ്പിച്ചു. പിന്നെ നമ്മുടെ സമീപ പ്രദേശത്ത്, പിന്നെ പിള്ളക്കാട് എന്ന് പറയുന്ന നമ്മുടെ അടുത്തുള്ള പ്രദേശത്ത് ദാറുൽ ഖുർആൻ ഹോളിഡേ മദ്രസ അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ച സമയമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുക? ആ മദ്രസയിൽ നമുക്ക് ചേർക്കാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യം ആ മദ്രസയിലുണ്ട്. ഞായർ അതേപോലെ തന്നെ മറ്റു ഒഴിവ് ദിവസങ്ങൾ മാത്രം പരിഗണിച്ചാണ് ആ മദ്രസ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട രക്ഷിതാക്കൾ ഓരോരുത്തരും ചെറിയ കുട്ടികളുണ്ട് എങ്കിൽ, ഈ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവരെ മദ്രസയിൽ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 2ാമത്തെ കാര്യം, നമ്മുടെ സമീപ പ്രദേശത്ത് പെരുമ്പടമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മദ്രസയുണ്ടാക്കാൻ അവിടെയുള്ള ആളുകൾ തീരുമാനിച്ചവർ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയിൽ വന്നിരുന്നു. അവിടെ ഒരു മദ്രസയുടെ പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ സാമ്പത്തികമായ സഹായം ചെയ്യണമെന്നാണ് ആ സഹോദരങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പള്ളിയുടെ പുറത്ത് അതിൻ്റെ നോട്ടീസ് ഉണ്ട്, QR കോഡ് അവിടെ ഉണ്ട്. ഇന്ന് സാധിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം. പക്ഷെ അടുത്ത ആഴ്ച ആ സഹോദരങ്ങൾ ഇവിടെ നേരിട്ട് വരും. അവർ വരുമ്പോൾ എന്ത് അപ്പം തന്നെ നമ്മളൊന്ന് ഒരുങ്ങുക, ആ മദ്രസയുടെ പൂർത്തീകരണത്തിന് നമ്മളെ കൊണ്ടാകുന്ന ഒരു ചെറിയ സഹായം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പ്രചരിപ്പിക്കുന്ന മേഖലയിലും അത് പ്രാവർത്തികമാക്കുന്ന മേഖലയിലും സൂക്ഷ്മത പാലിക്കാനും ശ്രദ്ധിക്കാനും നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അല്ലാഹു അവരുടെ എല്ലാം ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വിശ്വാസികളായ അവരെയും നമ്മളെയും നാളെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് അല്ലാഹു സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ കുട്ടി, അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞൊരു പ്രയാസത്തിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം വസിയത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹു ആ കുഞ്ഞുമോൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻകും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.